അച്ഛൻ പോകുന്നമ്മേ, ചെന്ന് പറ. നീ പറയുന്നല്ലേടാ നല്ലത്. അയ്യോ, ഞാൻ പറഞ്ഞ ശരിയാവില്ല. അമ്മ തന്നെ ചെന്ന് പറ. വേഗം ചെല്ല് 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 പോ. ഭഗവാനെ. പുതിയതാ? നിങ്ങക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? ആ അതെ, അവന്റെ ഫസ്റ്റ് സാലറി കൊടുത്ത് ഇൻസ്റ്റാൾമെന്റ് വാങ്ങിയതാ. അല്ലെങ്കിലേ സ്ഥിരതയില്ലാത്ത ഉദ്യോഗമാ. എന്നുവരെ കാണുമെന്ന് അവനും എന്നെ നിശ്ചയമില്ല. കൃത്യമായ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ ബാങ്കുകാരുടെ ആൾക്കാർ വീട്ടിൽ വന്ന് വണ്ടി എടുത്തോണ്ട് പോകും. അതിനേക്കാൾ നല്ലത് ഈ പഴയ വണ്ടി തന്നെ. ഇതാവുമ്പോ മാനം പോകില്ല. ചന്തു, ചന്തു, എന്നെ മാറ്റമെന്ന് പറഞ്ഞിട്ടിപ്പോ നീയാണല്ലോ ഡള്ളായിരിക്കുന്നെ. ചെറിയ പ്രോബ്ലം. എന്തു പറ്റി? പേഴ്സണൽ. ഏയ്, പേഴ്സണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുള്ള അത്ര ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിൽ ഇല്ലേ? നീ ഇത്ര ക്യൂട്ടായി ചോദിക്കുന്നുണ്ട് പറയാം. ഇല്ലെങ്കിൽ എനിക്ക് അതിനെയൊക്കെ വിഷമാവും. എന്നരികിൽ കാണും സത്യം പോലെ തെളിയും നിൻ രൂപം. നിന്നിലെ പുതുഗന്ധം എന്നെ പൊതിയുമ്പോൾ നിന്നെ ചുറ്റും തേൻവണ്ടായി ഞാൻ പടരാം നിന്നഴകിൽ. മഴയായി പെയ്താൽ കുളിരായി ചേർന്നാൽ കവരും ഞാൻ നിൻ തേൻ വസന്തം. I love you. ചോയ്സ് വേണോ? ഇത് യെസ്, ഇത് നോ. നീയില്ലാതെ പോയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ പോയി എന്താ മോളെ പഠിക്കാനുള്ളത്?
അങ്ങനെയല്ല ആന്റി, ഞാനിത് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ക്ലാസ്സാ. വീടും നാടും വിട്ട് ഒറ്റയ്ക്ക് നീ അവിടെ എങ്ങനെയാ മോളെ? വേണ്ടാത്ത പറഞ്ഞ് പേടിപ്പിക്കണ്ട. എന്ത് ചെയ്യണം നമുക്ക് നന്നായിട്ടറിയാം. നിന്റെ മോനെ പോലല്ല. പോയിട്ട് വാ മോളെ, നന്നായി വാ. പ്രശ്നം ഇപ്പൊ ഇവള് പോകുന്നതോ പോകാത്തതോ ഒന്നും അല്ല ഏട്ടാ. ചന്തുവിനോടൊന്നും പറയാതെ പോകുന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ആന്റി. അവന് പുതിയ ഫ്രണ്ട്സ് ഒക്കെ വന്നു, അപ്പൊ പഴയ ഫ്രണ്ട്സിനെ മറന്നു. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് അങ്കിൾ. സൂക്ഷിക്കണേ മോളെ. ശരി അമ്മ. കില്ലർ 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 കില്ലർ. ആന്റി ശ്രീ എവിടെ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവള് ചെന്നൈക്ക് പോയി. ചെന്നൈ ബസ് എവിടെ? താങ്ക്സ്. പറയാതെ പോകുന്ന എന്താ? പറഞ്ഞതല്ലേ പോകുമെന്ന്. പോവില്ല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ തീരുമാനിച്ചതാ. എന്തിന്? ലൈഫിൽ ഓരോരുത്തർക്ക് ഓരോ ടൈമിൽ ഓരോ പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ പ്രയോറിറ്റി ഇതാ. പ്രയോറിറ്റി എന്നെക്കാൾ ഇമ്പോർട്ടന്റാ? നിനക്ക് എന്നെക്കാൾ ഇമ്പോർട്ടന്റ് ആയത് വേറെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ പറയുന്നില്ലാണോ? ഇതിനു മുൻപ് നീ എന്നോട് എങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോഴെങ്ങനെയുള്ളത്? ഏയ്, ഋതുവാ? നിന്റെ പ്രോബ്ലം ഋതുവാ? ഋതു അല്ല, യു. ഒന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിട്ട് എത്ര ദിവസമായി? പറ. മുംബൈയിലായിരുന്നപ്പോഴും ഓരോ ദിവസവും നീ എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നു ഇല്ലേ? ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ കട്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കല്ലേ? നിനക്കെന്താ ഭ്രാന്താ? ഞാൻ എപ്പോഴാ നിന്നെ അവോയ്ഡ് ചെയ്തു? അന്നൊരു ദിവസം എന്നെ റോഡിൽ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിട്ടല്ലേ നീ പോയത്? തിയേറ്ററിൽ രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നിട്ട് എന്നെ സെപ്പറേറ്റ് ആക്കി ഒഴിവാക്കിയല്ലോ. ലഞ്ച് ടൈമിലും എന്നെ ഒഴിവാക്കി. ചെറിയ വിഷയം പോലെ ഷെയർ ചെയ്യാറുള്ള നീ അങ്കിളിന് ബൈക്ക് വാങ്ങിയ കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല. ഈ കാര്യങ്ങളിലൊക്കെ നിന്നെ അവോയ്ഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി. അവോയ്ഡ് ചെയ്യുന്നവനായിരുന്നെങ്കിൽ ഋതുവിനെ ലവ് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് നിന്നോട് എന്തിനാ പറഞ്ഞത്? നിന്റെ ഹെൽപ്പ് എന്തിനാ ഞാൻ ചോദിച്ചത്? അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഋതുവുമായിട്ട് കൂടുതൽ അടുക്കണമെന്നല്ലാതെ ഇങ്ങനെ നീയുമായിട്ട് അകലമൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? ഇന്നാണ് ഋതു എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തത്. ആ കാര്യം ഫസ്റ്റ് നിന്നോട് പറയാൻ വേണ്ടി അത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഓടി വന്നിട്ട് ഇപ്പൊ നീ എന്നെ വിട്ട് പോകാൻ പോകുന്നു. നമുക്ക് വരുന്ന പാർട്ട്നേഴ്സ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവർ തന്നെ നമുക്കൊരു പ്രശ്നമായാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എന്റെ ലവ് ഒരു പ്രശ്നമാണെങ്കിൽ ആ ലവ് എനിക്ക് വേണ്ട. ഇപ്പൊ തന്നെ ഋതുവിനോട് ചെന്ന് പറഞ്ഞേക്കാം. നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പറയുന്നത്? നിന്റെ ലവിന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാവാതിരിക്കാനാണ് ഞാൻ പോകുന്നത്. നീ എങ്ങനെയാണ് എനിക്ക് തടസ്സമാവുന്നേ? നമുക്ക് ആരും ഒരു തടസ്സമാവില്ല. നമ്മളെ ആർക്കും പിരിക്കാനും കഴിയില്ല, മനസ്സിലായോ? ഏതോ വലിയ പ്രയോറിറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ. സോറിടാ ഫൽഗു. പോടി. ഫ്രണ്ട്സ് നമ്മള് രണ്ടും ഒറ്റ ഗ്യാങ് അല്ലേടാ? എന്നെ നിങ്ങളുടെ ഗ്യാങ്ങിൽ കളിപ്പിക്കോ? എന്നാ ഫ്രണ്ട്സ്.
പ്ലീസ്